ഇതാണ് ചവ്വരി ടപ്പിയോക്ക പേൾസ്. അപ്പം ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം പാൻ വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ പേൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പേൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് അത് വെന്ത് അതിൻ്റെ ആ ഒരു വൈറ്റ് കളർ മാറി അത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ആ രീതി വരെ കുക്ക് ചെയ്യണം. ഏകദേശം അതിനൊരു അരമണിക്കൂറോളം എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊന്ന് എത്ര ടൈം എടുക്കും കുക്കാകാമെന്ന്. ആ സമയം കൊണ്ട് നമുക്ക് പാൻ എടുത്ത് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചവ്വരി 50 ഗ്രാമാണ്. അപ്പോൾ ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി മാങ്ങയ്ക്ക് മധുരമുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇത് കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവറിലേക്ക് ഞാനൊരല്പം പാലും കൂടി ഒഴിക്കുകയാണ്. ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് നമ്മുടെ ഓൾറെഡി ഒഴിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു ഇച്ചിരി തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് അത് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ചേർത്ത് മിക്സാക്കി എടുക്കണം. അപ്പോഴത്തേക്കും പഞ്ചസാരയും മലുക്കും, അതോടൊപ്പം തന്നെ ഈ കോൺഫ്ലോർ ഈ പാലുമായിട്ടൊന്ന് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഞാനിത് മാറ്റി ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ തിളയ്ക്കുമ്പോഴും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആകും. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. പാല് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. അതേസമയം നമ്മുടെ ടപ്പിയോക്ക പേൾസ് ചവ്വരി എന്തായെന്ന് നോക്കാം. അത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി നോക്കാം. അത് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പേൾസൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതിന് ചേഞ്ചായി വരുന്നതേ ഉള്ളൂ. അത് കുക്കാകുമ്പോഴാണ് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരിക. വൈറ്റ് കളർ മാറി ട്രാൻസ്പെറൻ്റായി വരിക. അപ്പോൾ പാല് ഇളക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കോൺഫ്ലോർ ആഡ് ചെയ്തതുകൊണ്ട് അപ്പോൾ അത് പെട്ടെന്നത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കട്ടയാകും. പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അത് തണുക്കാൻ വയ്ക്കാം. ഞാനിതിവിടെ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമുക്ക് പീൽ ചെയ്ത് അത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ കട്ട് ചെയ്ത മാങ്ങ ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായി ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ നമുക്കത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമ്മുടെ മാങ്ങ ഇതിവിടെ സെറ്റാണ്. ഇത് കണ്ടില്ലേ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വേണം തണുത്ത പാലിലേക്ക്, നമ്മൾ തിളപ്പിച്ച് ആറാൻ വെച്ച പാലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കണ്ടോ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച നമ്മുടെ ചവ്വരി ഇത് കുക്കായിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം 35 മിനിറ്റ് എടുത്തു എനിക്കിത് ഈ 50 ഗ്രാം കുക്കായിട്ട് വരാൻ വേണ്ടി. അത് കപ്പ കൊണ്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ പാല് തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പ്യൂരി ഇട്ട് കൊടുക്കാം, മാംഗോയുടെ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കഴുകിയെടുത്ത നമ്മുടെ ചവ്വരിയും കൂടെ ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് ബോൾസ് ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാംഗോയുടെ പ്യൂരിയും അതുപോലെ ചവ്വരിയും ഈ മിൽക്കുമായിട്ട് നന്നായിട്ട് സിങ്ക് ആകണം. അപ്പോൾ ഇതുണ്ടല്ലേ, കളർ വരെ അതിൻ്റെ ചേഞ്ചായി. മാംഗോ അത് അത്രയും മിക്സ് ആയതുകൊണ്ടാണ്. മധുരം നോക്കുക, കണ്ടോ നല്ല പാകത്തിന് കൺസിസ്റ്റൻസിയാണ്. മധുരം നോക്കുക, മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യണം. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കണം. അപ്പോൾ ഞാനിത് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മാംഗോ സാഗോ ചില്ലർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കുമ്പോൾ ചെറുതായി കടിക്കുവാനായിട്ട് മാംഗോയുടെ പീസസ് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു കുടിക്കുന്നതിനൊപ്പം ചവ്വരിയും ഈ മാംഗോയുടെ പീസസും കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം ഈ മാങ്ങ ഒത്തിരി പഴുത്തതല്ല, ചെറിയൊരു പുളിപ്പും കൂടി ഉള്ളതാണ്. അതാകുമ്പോൾ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ഒരു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറേലും കുറഞ്ഞത് വയ്ക്കുവാണെങ്കിലാണ് സെറ്റാവുക. അപ്പോൾ ഇനിയിപ്പോൾ തണുപ്പ് ആവശ്യമില്ല, തണുപ്പ് ഇഷ്ടമില്ലാത്തവരാണ് എങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അങ്ങനെ ഫൈനലി നമ്മുടെ മാംഗോ സാഗോ ചില്ലർ ഇവിടെ സെറ്റാണ്. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. തിക്നെസ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിത് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. സോ ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി പീസസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്, ഹെൽത്തിയാണ്. മാംഗോയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്